തിരമാലകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. രാവിലെ എടുത്ത ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ കടലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കളർ ചേഞ്ച് ഉണ്ടായിരുന്നു കടലിൽ, പക്ഷേ രാവിലെ വേലിയിറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വേലിയേറ്റമായപ്പോൾ കടൽ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കടലിൻ്റെ നിറം ആകെ മാറി, ഒരു ബ്ലാക്ക് കളറായി. നല്ല കാർമേഘങ്ങൾ കണ്ടു. മഴ ഏത് ദിവസവും പെയ്യാം. അത്യാവശ്യം മഴ പെയ്തിട്ട് അത്ര മഴയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കടല് ഭയങ്കരമായിട്ട് കലി പിടിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ തന്നെ തിര പൊട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വളരെ ദൂരെ നിന്ന് തന്നെ തിര പൊട്ടി വരുന്നുണ്ട്. കാരണം നമുക്കറിയാം കരയിലും തിര പൊട്ടി മറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉൾക്കടലിലേക്ക്, അതായത് കടലിൽ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തിരമാലകൾ ഇങ്ങനെ മറയുന്ന ടൈപ്പ് തിരമാലകൾ ഉണ്ടാവില്ല. ഓളങ്ങളുണ്ടാവും, വലിയ ഓളങ്ങളുണ്ടാവും. പക്ഷെ ഇങ്ങനെ മറയുന്ന, ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്ന ടൈപ്പ് തിരമാലകളുണ്ടല്ലോ, അതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാർക്കൊക്കെ അവിടെ പോകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയല്ല. തിരമാലകൾ പൊക്കി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ലവണ്ണം വെള്ളം ഒഴുകിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാ. വേലിയേറ്റം ആയി, ഉച്ച കഴിഞ്ഞപ്പോൾ വേലിയേറ്റം ആയി. അതിന് ശേഷം ഇപ്പോൾ വെള്ളം ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇതിലേക്ക് നടക്കാൻ പറ്റുന്നത്. നല്ലപോലെ വെള്ളം ഒഴുകിയിട്ടുണ്ട്. നല്ലപോലെ വെള്ളം ഒഴുകിയിട്ടുള്ളത് കാണാം. ചെടിക്കറങ്ങി അടിയിൽ നിന്ന് കലക്കിയിട്ടാണ് വരുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. ഞാൻ പറയണത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് പോലെ എനിക്കറിയില്ല. ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. രാവിലെ വന്ന സ്ഥലം തന്നെയാണ്. ആ വീടാണ് ഈ കാണുന്നത്. ആ വീടിന്റെ ഹൈറ്റ് കണ്ടോ? അത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എൻ്റെ മോന് ഇഷാനാണ്. അവന് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ അത്ര ഹൈറ്റ് പോലും ഇപ്പോൾ വീടുന്നില്ല. അവന് സുഖമായിട്ട് അതിന്റെ സൺഷെയ്ഡിലേക്ക് കയറിയിരിക്കാം. വീടിന്റെ സൺഷെയ്ഡിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ അത്ര ഹൈറ്റ് കുറഞ്ഞത് വീടിന്റെ. അതായത് അത്രയും മണലടിച്ച് കയറ്റിയിട്ടാണ് വീടിന്റെ ഉള്ളിലേക്ക് വീടിന്റെ പുറത്ത് കടൽ കൊണ്ട് കയറ്റിയ മണലാണ് ഈ കാണുന്നത്. അപ്പൊ അത്രയും ഹൈറ്റ് കുറഞ്ഞു. ഇനിയിപ്പോൾ ഈ വീടിനെ ചിലപ്പോൾ മൊത്തത്തിൽ മൂടിക്കളയും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ മണലെടുത്തെടുത്ത് പോയിട്ട് ആ വീട് വീഴും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. കേട്ടോ, തിരമാലകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഒഴുകിയിരുന്നില്ല, ഇപ്പൊ കണ്ടില്ല നോക്കിയേ, ഒഴുകണുണ്ടോ? എന്തായാലും നല്ലപോലെ കടലിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും കടലിൽ കയറാൻ തന്നെയാണ് ചാൻസ്. വേലിയേറ്റത്തിൻ്റെ സമയത്തൊക്കെ ഇനി നന്നായിട്ട് കൂടാനാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ കടലാക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കടലാക്രമണം എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വെള്ളം കുറച്ച് കയറി വരുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ എന്നാലും തിരിച്ചു പോട്ടെ കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ വൈകിട്ട് വേലിയേറ്റം ഉണ്ടാകുമ്പോൾ കടലിൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ കുറച്ച് വലിയ കടലേറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. കടലേറ്റം എന്ന് പറയാനേ പറ്റില്ല. അത്രയ്ക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം എന്തായാലും പോട്ടെ. പിന്നെ മീൻ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പം ചൂണ്ടയിടാനൊക്കെ കുറേ പേരെ വിളിച്ച് ചോദിക്കാറുണ്ട് ചൂണ്ടയിടാൻ പറ്റുമെന്നൊക്കെ. പറ്റായികയൊന്നുമില്ല. ഇങ്ങനെ കലക്കവെള്ളത്തിൽ മീനൊക്കെ കിട്ടാറുണ്ട്. ചില മീനുകളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ കുറച്ച് സേഫായിട്ട് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ചൂണ്ടയിടണമെന്നേ ഉള്ളൂ. സാധാരണ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള ചൂണ്ടയേക്കാളും നല്ലത് കൈച്ചൂണ്ടയാണ് ഇങ്ങനത്തെ സമയത്ത്. കൈച്ചൂണ്ടയിലൊക്കെ മീൻ കിട്ടാറുണ്ട്. അപ്പോൾ ശരി, എന്തായാലും പോട്ടെ.